വെളിച്ചമാണ് തിരുദൂതർ. പുസ്തകവായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം ഡയലോഗ് സെന്റർ കേരള. വിതരണം IPH ബുക്സ്. അധ്യായം 5. ജനമധ്യത്തിലേക്ക്. ദിവ്യ വെളിപാട് ലഭിച്ച ശേഷം ആദ്യത്തെ 3 വർഷം കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലുമായി രഹസ്യമായാണ് പ്രവാചകൻ പ്രബോധനം നടത്തിയത്. പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ കരുതലോടെയാണ് നടത്തിയിരുന്നത്. എന്നിട്ടും ഖുറൈശികൾ രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തി. പരിഹാസങ്ങൾ അഴിച്ചുവിട്ട് പ്രതിരോധം തീർക്കാൻ തുടങ്ങി. അസ്വസ്ഥമായ പ്രവാചക ഹൃദയത്തിലേക്ക് പ്രചോദനമായി ദിവ്യ വെളിപാടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിലൊന്ന് ഇങ്ങനെയാണ്: യുക്തി കൊണ്ടും സതുപദേശം കൊണ്ടും നീ ജനത്തെ നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഏറ്റവും നല്ല നിലയിൽ അവരുമായി സംവാദം നടത്തുക. നിശ്ചയമായും നിന്റെ നാഥൻ തൻ്റെ നേർവഴി വിട്ട് പിഴച്ചുപോയവരെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. നേർവഴി പ്രാപിച്ചവരെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാണവൻ. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 125-ാം വാക്യത്തിലാണിത് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അവർ പ്രവാചകനെയും അനുയായികളെയും പരിഹസിക്കുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. മക്കക്കാർ പ്രവാചകനെ മുദമ്മമുൻ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത്. ആക്ഷേപിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ടും ഏറ്റവും നല്ല നിലയിൽ അവരുമായി സംവാദം നടത്തുക എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. ദൈവനിഷേധികൾ തെറി പറയുന്നത് ദൈവദാസന്മാർക്ക് തെറി പറയാൻ ന്യായമാവുകയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അക്രമികളിൽ ഒരാളായിരുന്നു ഫറോവ ചക്രവർത്തി. ഫറോവയുടെ ചരിത്രവും ഇത്തരുണത്തിൽ ദൈവം പ്രവാചകനെ വേദവാക്യങ്ങളിലൂടെ ഉണർത്തുന്നതായി കാണാം. തൻ്റെ നാട്ടിലെ ഇസ്രായേല്യരിൽ പിറക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയുകയും സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ഫറോവ. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ദിവ്യ സന്ദേശവുമായി മൂസാ നബിയെയും ഹാറൂൺ നബിയെയും ദൈവം പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ ദൈവിക നിർദ്ദേശം ഫറോവയോട് സൗമ്യമായി സംസാരിക്കണം എന്നാണ്. ഈ സംഭവം പറയുന്നത് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായത്തിലെ 44-ാം വാക്യത്തിലാണ്. മനോരോഗികൾ ഡോക്ടർമാരെ തുപ്പിയെന്നു വരാം. ഡോക്ടർമാർ തിരിച്ചു തുപ്പിയാലോ? പിന്നെ ഡോക്ടറും രോഗിയും വേർതിരിയുന്നത് എവിടെ? മനുഷ്യ മനസ്സുകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് പ്രവാചകന്മാർ. അവരെ പിൻപറ്റുന്നവരും അങ്ങനെയാണ് ആവേണ്ടത്. തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. സന്മാർഗത്തിൻ്റെ പ്രകൃതം അതാണ്. ഇത്തരം മൂല്യങ്ങൾക്ക് അന്നും ഇന്നും പ്രസക്തിയുണ്ട്. പഴക്കമല്ല മൂല്യനിർണയത്തിൻ്റെ അടിസ്ഥാനം, പ്രസക്തിയാണ്. സൂര്യൻ ഒരുപാട് പഴയതാണ്. അതിൻ്റെ പ്രകാശത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ഭൂമിയും വായുവും വെള്ളവുമെല്ലാം പഴയതാണ്. പഴക്കം അവയുടെ പ്രസക്തിയെ ഇല്ലാതാക്കുന്നില്ല. ഇവയെല്ലാം ദൈവം മനുഷ്യന് നൽകിയ ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. ഈ അടിസ്ഥാന അനുഗ്രഹങ്ങളുടെ പ്രസക്തി എന്നും നിലനിൽക്കും. അനുബന്ധ കാര്യങ്ങളുടെ പ്രസക്തി കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. ഈ അടിസ്ഥാന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി ഭൂമിയിൽ യഥാർത്ഥ മനുഷ്യരായി ജീവിക്കലാണ് മനുഷ്യൻ്റെ ധർമ്മം. അതിനുവേണ്ടി ദൈവം നൽകിയ അഭൗതികമായ അനുഗ്രഹമാണ് സന്മാർഗം. മനുഷ്യൻ ഭൗതിക ജീവി മാത്രമല്ല, അഭൗതിക ജീവി കൂടിയാണ്. ശരീരം മാത്രമല്ല മനുഷ്യനുള്ളത്, ആത്മാവ് കൂടിയുണ്ട്. ആത്മാവാണ് മനുഷ്യൻ്റെ പവർ ഹൗസ്. ആത്മാവിനാകട്ടെ ധർമാധർമ്മ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ധർമ്മം അധർമ്മം, സത്യം അസത്യം, ശരി തെറ്റ്, നന്മ തിന്മ എന്നിവ സംബന്ധിച്ച ഉൾബോധമുണ്ട്. അതിനാൽ നന്നാവാനും ചീത്തയാവാനും മനുഷ്യനിൽ സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യനെ നന്നാക്കാനുള്ള സാൻമാർഗിക അധ്യാപനങ്ങളാണ്
പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട സന്മാർഗം. അതിൻ്റെയും അടിസ്ഥാന കാര്യങ്ങളിൽ മാറ്റമുണ്ടാവുകയില്ല. അനുബന്ധങ്ങൾ മാറിയേക്കാം. മാറുന്ന സമൂഹത്തിനുള്ള മാറാത്ത മൂല്യങ്ങളാണ് അവ. പരസ്യ പ്രബോധനം. ദൈവിക ആഹ്വാനപ്രകാരം പ്രവാചകൻ പരസ്യ പ്രബോധനത്തിന് തുടക്കം കുറിച്ചു. കഅബാലയത്തിന് അഭിമുഖമായിട്ടാണ് സഫാ പർവ്വതമുള്ളത്. അതിൻ്റെ മുകളിൽ കയറി പരസ്യ പ്രഖ്യാപനം നടത്താനാണ് തീരുമാനിച്ചത്. അവിടുത്തെ സമ്പ്രദായമനുസരിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകാനുള്ള മുഖ്യ മീഡിയയായിരുന്നു സഫാ പർവ്വതം. ആരെങ്കിലും ഒരാൾ തുണി പൊക്കിപ്പിടിച്ച് നഗ്നത കാട്ടി അതിൻ്റെ മുകളിൽ കയറും. ഉറക്കെ ശബ്ദമുണ്ടാക്കി ജനങ്ങളെ പർവ്വതത്തിൻ്റെ താഴ്വാരത്തേക്ക് വിളിച്ചുകൂട്ടും. ശേഷം കാര്യങ്ങൾ പറയും. പ്രവാചകൻ തൻ്റെ പരസ്യ പ്രബോധനത്തിന് ആ മീഡിയം തന്നെയാണ് അവലംബിച്ചത്. അവർ തുണി പൊക്കി നഗ്നത കാട്ടിക്കൊണ്ടാണത് ചെയ്തിരുന്നതെങ്കിൽ പ്രവാചകൻ തുണിയുടുത്ത് നഗ്നത മറച്ചുകൊണ്ടാണ് അത് ചെയ്തത്. നഗ്നതാ പ്രദർശനം മൃഗതലത്തിലേക്ക് താഴലാണ്. നഗ്നത മറക്കൽ മനുഷ്യതലത്തിലേക്ക് ഉയരലുമാണ്. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ നിയോഗിച്ച പ്രവാചകൻ നഗ്നതാ പ്രദർശനത്തിന് എതിരാവുക സ്വാഭാവികമാണ്. ആദ്യ മനുഷ്യരായ ആദം ഹവ്വ ദമ്പതികളുടെ നഗ്നത വെളിവായത് പൈശാചിക ഇടപെടലിലൂടെയാണ്. ദൈവിക ഇടപെടൽ അത് മറക്കാനായിരുന്നു. ഈ കാര്യം വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നഗ്നതാ പ്രദർശനം പൈശാചിക സംസ്കാരമാണ്. നഗ്നത മറക്കലാണ് ദൈവിക സംസ്കാരം. ഇസ്ലാം എന്നും നഗ്നതാ പ്രദർശനങ്ങളെ ആഘോഷമാക്കുന്ന മീഡിയ സംസ്കാരത്തിന് എതിരാണ്. പ്രവാചകൻ പ്രതിനിധീകരിക്കുന്ന ദൈവിക സംസ്കാരത്തിൻ്റെ സ്വാധീനമാണത്. പ്രവാചകൻ സഫാ മലയുടെ മുകളിൽ കയറി ജനങ്ങളെ വിളിക്കാൻ തുടങ്ങി. ഫിറിന്റെ സന്തതികളെ, അദീയിൻ്റെ സന്തതികളെ. അവർ എല്ലാവരും ഒരുമിച്ചുകൂടി. പ്രവാചകന്റെ പിതൃവ്യന്മാരായ അബ്ബാസ്, ഹംസ, അബൂ ത്വാലിബ്, അബൂലഹബ് തുടങ്ങിയവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും എത്തിയപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചു, ഈ താഴ്വരയിൽ നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും. കാരണം താങ്കൾ കളവ് പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, എനിക്ക് ദൈവിക സന്ദേശം ലഭിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു താക്കീതു തരാനാണ് വന്നിരിക്കുന്നത്. കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഈ ലോകത്തു നിന്നോ പരലോകത്തു നിന്നോ രക്ഷിക്കാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ കോപാകുലരായി ചീത്ത വിളിച്ചു. പിതൃവൻ അബൂലഹബ് ആയിരുന്നു നബിയെ ആദ്യമായി ചീത്ത വിളിച്ചത്. അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനായിരുന്നോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? അതോടെ പ്രബോധന മാർഗത്തിലേക്ക് പ്രതിസന്ധിയുടെ കരിങ്കല്ലുകൾ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിളിച്ചുകൂട്ടിയ ജനങ്ങളോട് പ്രവാചകൻ ആദ്യമായി ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. ഇത് ഏറെ ശ്രദ്ധേയമാണ്. സ്വന്തത്തെക്കുറിച്ചാണ് ചോദ്യം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? കാരണം വ്യക്തമാണ്. പറയാൻ പോകുന്ന കാര്യം ആത്യന്തികമായ സത്യമാണ്. സത്യത്തെ പ്രതിനിധീകരിക്കുന്നവർ സത്യസന്ധരാവണം എന്നത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയുടെ താല്പര്യമാണ്. പ്രവാചകൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആരെങ്കിലും ഒരാൾ, മുഹമ്മദേ, നീ ഇന്ന കളവ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ സംഭവിക്കില്ല എന്ന ഉറപ്പിന്മേലാണ് പ്രവാചകൻ ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം ആ സമൂഹം തന്നെയാണ് തിരുമേനിക്ക് അൽ അമീൻ എന്ന ഓമനപ്പേര് സമ്മാനിച്ചിട്ടുള്ളത്.
താൻ പറയുന്ന കാര്യം വിശ്വസിക്കാൻ മാത്രം തൻ്റെ ജനതയിൽ താൻ വിശ്വസ്തനാണോ എന്ന ആത്മപരിശോധനയാണത്. സത്യപ്രബോധനം വെറും അധര വ്യായാമമല്ല, ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം കൂടിയാവണം. ഈ കാര്യത്തിലേക്കാണ് ആ സംഭവം വിരൽ ചൂണ്ടുന്നത്. എതിർപ്പുകൾ. പരസ്യപ്രബോധനം ശക്തിപ്പെടുത്താനുള്ള ദൈവിക നിർദ്ദേശം വന്നു. അതിനാൽ നീ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം 94-ാം വാക്യമാണിത്. അതോടെ പ്രവാചകൻ മക്കയിൽ പ്രബോധനം പരസ്യമാക്കി. കുടുംബത്തിലെയും നാട്ടിലെയും വേണ്ടപ്പെട്ട പലരും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ടിരുന്നു. അതോടൊപ്പം ഖുറൈശികളുടെ ഉത്കണ്ഠയുടെ ആഴവും കൂടിക്കൊണ്ടിരുന്നു. മുഹമ്മദിനെ നേർക്കുനേരെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കാരണം പ്രവാചകന്റെ പിതൃവ്യനും രക്ഷിതാവുമായ അബൂ താലിബ് എല്ലാവരും ആദരിക്കുന്ന ഖുറൈശി നേതാവാണ്. മക്കയിൽ ഉന്നതമായ സ്ഥാനമാണ് ഖുറൈശി ഗോത്രത്തിനുള്ളത്. അതിനാൽ പ്രവാചകനെ നേരിട്ട് ആക്രമിക്കാനല്ല അവർ ആദ്യം ശ്രമിച്ചത്. ഗോത്ര സംരക്ഷണം ലഭിക്കാൻ സാധ്യമല്ലാത്ത ഇസ്ലാം സ്വീകരിച്ച പാവപ്പെട്ട അടിമകളെയാണ് അവർ ലക്ഷ്യമിട്ടത്. അബൂബക്കർ. അതിനിടയിൽ അബൂബക്കർ സത്യമാർഗം സ്വീകരിച്ചു. മക്കയിലെ വാണിജ്യ പ്രമുഖനായിരുന്നു അദ്ദേഹം. ബാല്യകാലം മുതൽ തന്നെ പ്രവാചകന്റെ കൂട്ടുകാരനായിരുന്നു. മുതിർന്ന പുരുഷന്മാർക്കിടയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആദ്യ സ്വതന്ത്ര വ്യക്തി. പിന്നീട് ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൽ മുഴുകി. മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സുബൈർ ബിനുൽ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, തൽഹത്ത് ബിൻ ഉബൈദില്ല ഉൾപ്പെടെയുള്ള ആദ്യകാല സഹാബികളിൽ പലരും ഇദ്ദേഹം മുഖേനയാണ് ഇസ്ലാം സ്വീകരിച്ചത്. മുസ്ലിമായതിൻ്റെ പേരിൽ ശത്രുപക്ഷത്ത് നിന്ന് ക്രൂരമർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ടിരുന്ന ബിലാൽ അടക്കമുള്ള 8 അടിമകളെ വിലയ്ക്ക് വാങ്ങി അദ്ദേഹം സ്വതന്ത്രരാക്കുകയുണ്ടായി. ഒത്തുതീർപ്പ് ശ്രമം. മുഹമ്മദുമായി ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തുന്നതിനെക്കുറിച്ച് ഖുറൈശി നേതാക്കൾ ആലോചിച്ചു. അങ്ങനെ മക്കയിലെ പ്രമാണിമാരിൽ ഒരാളായ ഉത്ബത്ത് ബിൻ റബീഅയെ ചുമതലപ്പെടുത്തി. ഉത്ബ പ്രവാചകനെ കഅബയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രവാചകൻ എല്ലാം സശ്രദ്ധം കേട്ടു. ഉത്ബ ഒടുവിൽ പറഞ്ഞു, നിനക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ നിന്നെ സമ്പന്നനാക്കാം. അന്തസ്സും അധികാരവുമാണ് വേണ്ടതെങ്കിൽ നിന്നെ ഞങ്ങളുടെ നേതാവാക്കാം. നിന്നോട് ആലോചിക്കാതെ ഒരു കാര്യവും തീരുമാനിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാം. അല്ല, നിനക്ക് രാജാധികാരമാണ് വേണ്ടതെങ്കിൽ നിന്നെ രാജാവായി വാഴിക്കാം. നീ അനുഭവിക്കുന്നതും കാണുന്നതും നിന്റെ നിയന്ത്രണത്തിനതീതമാണെങ്കിൽ ഞങ്ങൾ ചെലവ് ചെയ്ത് നിന്നെ ചികിത്സിക്കാം. എല്ലാം സശ്രദ്ധം കേട്ട പ്രവാചകൻ പക്ഷേ വഴങ്ങിയില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ഉത്ബയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ ഗോത്ര നേതാക്കൾ കോപാകുലരായി. പ്രവാചകന്റെ മറുപടി തികഞ്ഞ ധിക്കാരമായിട്ടാണ് അവർക്ക് തോന്നിയത്. എങ്ങനെ ഈ വിപത്തിനെ തടയാം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും അവർക്കില്ല. ഒടുവിൽ പ്രവാചകനെതിരെ കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ തീരുമാനിച്ചു. നന്ദി.